എത്ര നാളായി അവരച്ഛനൊപ്പം വന്നിട്ട്? അത് കുറേ ദിവസമായി. കുറേ ദിവസം എന്ന് പറഞ്ഞ? കുറേ ദിവസം. എന്നിട്ട് ആന്റിയുടെ കുട്ടി ആണോ പെണ്ണോ? അയ്യേ, കുഞ്ഞാവിന് ജനിക്കത്തേ ഉള്ളു മമ്മി. ഓ, കുഞ്ഞാവ് ആൺകുട്ടിയാന്നാ അമ്മമ്മ പറഞ്ഞേ. എനിക്കൊരു കുഞ്ഞനിനെ കിട്ടുന്നും പറഞ്ഞു. ഛേ, എന്താ നിന്റെ മുഖം വല്ലാതെ? അമ്മമ്മോളോട് സംസാരിക്കുന്നതിനിടയില് ഞാനൊരു വിവരം അറിഞ്ഞു. ഏറെ താമസിയാതെ ശ്യാമോഹന്റെ വീട്ടിലൊരു കുഞ്ഞു പിറക്കും. അതെ, അമ്മമ്മോൾക്കൊരു കുഞ്ഞനിയം പിറക്കുമെന്ന്. ഊർമിള എന്നാ കുഞ്ഞിന്റെ അമ്മയുടെ പേര്. ശ്യാമോഹൻ കൂട്ടിക്കൊണ്ടു വന്നതാണത്രേ. ഇപ്പോഴവള് പ്രഗ്നന്റ്. അവള് ശ്യാമോഹന്റെ? അതെ, രണ്ടാം കേട്ടാവും. അമ്മമ്മോൾക്ക് അതേപ്പറ്റി അറിയില്ല. ആരും ഒന്നും പാവത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. ഒരിക്കൽ ഞാൻ ശ്യാമോഹനെ വിളിച്ചപ്പോ ഏതോ ഒരു സ്ത്രീ ഫോൺ എടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് ഇവളാവാനാണ് സാധ്യത. കാര്യങ്ങൾ ഇത്രയ്ക്ക് പുരോഗമിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ പിടിമുറുക്കേ മതിയാവൂ. രണ്ടാം ഭാര്യ പ്രസവിക്കുമ്പോ അമ്മുമോൾ ആ വീട്ടിലൊരു അധികപ്പറ്റാവും. എല്ലാവരുടെയും വാത്സല്യവും ലാളനയും ഒക്കെ ജനിക്കുന്ന കുഞ്ഞിനാവും. അങ്ങനെ ഞാൻ അവളെ ഒറ്റപ്പെടുത്തില്ല. അയാൾക്ക് ഭാര്യയായി കുഞ്ഞായി. അവരുമൊത്ത് അയാൾ സന്തോഷമായി ജീവിച്ചോട്ടെ. എനിക്ക് എന്റെ കുഞ്ഞ് മാത്രം മതി. അവളുടെ കാര്യത്തിലും അയാൾ ദുർവാശി കാണിച്ച ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ടാണെങ്കിലും ശരി, എന്റെ മോളെ ഞാൻ എന്റെ കൂടെ നിർത്തും. എപ്പോഴും ജയം അയാൾക്ക് മാത്രം സ്വന്തമാകരുതല്ലോ. ഊർമിള അയാളുടെ ഭാര്യയാണെങ്കിൽ ഡിവോഴ്സ് നടക്കുന്നതിന് മുമ്പ് മറ്റൊരു കല്യാണം കഴിച്ചതിന് അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്തൂടെ? എന്തിനാ മമ്മി? മനസ്സിൽ നന്നേ മായ്ച്ചു കളഞ്ഞ ചിത്രമാണ് അയാളുടേത്. അയാൾ ആരെ വിവാഹം കഴിച്ചോട്ടെ, ആരോടൊപ്പോ ജീവിച്ചോട്ടെ. അമ്മുനെ തട്ടിയെടുക്കുന്നത് തന്നെ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഷോക്കാ. ചിലപ്പോ അതോടെ അയാൾ മെന്റൽ ഹോസ്പിറ്റലിലായി എന്നും വരും. ഡോക്ടറായിട്ടല്ല, പേഷ്യന്റായിട്ട്. എന്താ അത്ര വലിയ ചിന്ത? എന്താ ക്ലാസ്സിൽ തല്ലുണ്ടാക്കിയോ? അതോ ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിയോ? അമ്മൂനെ ആരും തല്ലാറില്ലെന്ന് അച്ഛൻ അറിയാലോ. പിന്നെന്താ ആകെ ഒരു മൂഡ് ഓഫ്? ഒന്നുമില്ല. അത് വെറുതെ. അമ്മമ്മോളെ അച്ഛനോട് നുണ പറയാൻ തുടങ്ങിയല്ലേ? ഇല്ലെങ്കിൽ പിന്നെ നാക്കിന് ലൈസൻസ് ഇല്ലാതെ സംസാരിക്കുന്ന ആളെന്താ ഇങ്ങനെ? ദേ, അച്ഛൻ നന്നായി ബോറടിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറയടോ. അത് പിന്നെ എന്നാച്ചാ കോടതി കേസ് നടക്കുക? കേസോ? ഏത് കേസ്? അച്ഛനും അമ്മയും തമ്മിലുള്ള കേസ്. അത് ശരി. അപ്പൊ അതാണ് ഇത്രയും നേരം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് കോടതി കേസ് എന്നാണെന്ന് അറിയണത്രേ. അറിഞ്ഞിട്ടെന്തിനാ? കോടതിക്കാരി വാദിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ആദ്യം നന്നായിട്ട് പഠിച്ച് വക്കീൽ പരീക്ഷയ്ക്ക് പാസ്സാവുമ്പോ അച്ഛൻ മോളെ കോടതി വിടാം. അതുവരെ എന്റെ പൊന്നുമോള് ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തലയിൽ വെക്കണ്ട. ഇത്രയും കാലം മോൾ എവിടെ ഉണ്ടെന്ന് തിരക്കാത്ത അമ്മയാ അവളുടെ പുന്നാരമ്മ. എന്നിട്ടിപ്പോ മുമ്പെങ്ങും ഇല്ലാത്തൊരു ചിന്തയാ അമ്മയെക്കുറിച്ച്. നിന്റെ അമ്മ മരിച്ചുപോയി ഒരു ആക്സിഡന്റില്. അങ്ങനെ കരുതിയാ മതി, മനസ്സിലായോ?
പഠിപ്പും വിവരമുള്ള മായയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ജോത്സ്യൻ ജപിച്ചു തരുന്ന ഭസ്മം പാലിൽ കലർത്തി കൊടുത്ത ആര്യ പോകും അത്രേ. അവളെ പുറത്താക്കാനേ ജോത്സ്യന്റെ ഭസ്മം അല്ല വേണ്ടത്, തൻ്റെ ഇടവാ, തൻ്റെ ഇടം. മായക്കില്ലാത്തതും അതാ. അപ്പോയിട്ടിനെ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോ പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. കെട്ടുതാലി സംരക്ഷിക്കാൻ. എന്നിട്ട് കെട്ടുതാലി സംരക്ഷിച്ചോ? കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കി കൊടുത്തു. തറവാട്ടിൽ മായ ഒരു ഇത്തിൽക്കണ്ണിയായി കരുതുന്ന അപ്പൂന്റെ അമ്മയ്ക്ക് മരുമകൾക്കെതിരെ പ്രയോഗിക്കാൻ ഒരു ആയുധം. എന്താ, അതല്ലേ ഇതുകൊണ്ട് കിട്ടിയ ഏക നേട്ടം. ആ, എന്നിട്ടിപ്പോ ജോത്സ്യന്റെ അടുക്ക പോയിട്ട് എന്തായി? അയാള് മറ്റെന്തെങ്കിലും പ്രതിവിധി പറഞ്ഞോ? ഇല്ല, നന്നായി പ്രാർത്ഥിക്കാൻ മാത്രം പറഞ്ഞു. അത് ശരി, അത് അയാൾ പറയേണ്ട കാര്യമില്ലല്ലോ. ആളെ ഒഴിപ്പിക്കാൻ ദുർമന്ത്രവാദം നടത്തുക, ആഭിചാരകർമ്മം ചെയ്യുക, ഇതൊക്കെ കുറെ പഴകിയ അന്ധവിശ്വാസങ്ങളാണ് മായേ. ഇതുകൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നവർക്ക് ജീവിക്കാൻ ഒരു ഉപാധി. ഗോവിന്ദ പണിക്കർ അത്തരത്തിലൊരു... വേണ്ട, ഇനി കൂടുതൽ ന്യായീകരിക്കാൻ നിൽക്കണ്ട. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഈ പ്രതിസന്ധിന്ന് എനിക്ക് രക്ഷപ്പെടണം പീറ്ററേട്ടാ. തറവാട് മുഴുവൻ കൊലക്കത്തിയുമായി എന്റെ നേർക്ക് തിരിഞ്ഞിരിക്കുക. അച്ഛൻ പോലും ആരുമില്ലൊരു സഹായത്തിന്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അപ്പോഴേട്ടൻ എനിക്ക് നഷ്ടപ്പെടും. ഞാൻ ജീവിച്ചിരിക്കെ അപ്പോഴേട്ടൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടുന്ന കാണാൻ എനിക്ക് വയ്യ പീറ്ററേട്ട. കെട്ടുതാലി നഷ്ടപ്പെടുന്നതിലും നല്ലത് മരണമാണെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. ഇപ്പോ ഒരു എടുത്തുചാട്ടം കാണിച്ചു. ഇതുപോലെ ഇനി അബദ്ധങ്ങൾ കാണിക്കരുത്. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല, അത് മായ മനസ്സിലാക്കണം. ഈ പ്രശ്നത്തിന് ഇനിയൊരു പരിഹാരം എന്റെ മരണം തന്നെ പീറ്ററേട്ട. അതോടെ ഒക്കെ ശാന്തമാവും. അപ്പോഴേട്ടൻ ആര്യയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ ഞാൻ എന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കും. അവരുടെ ശാന്തമായ ജീവിതത്തിനിടയിൽ സ്വൈര്യത കളയാൻ പിന്നെ ഞാൻ ഉണ്ടാവില്ല. മതി, മരണത്തെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട. മായ്ക്ക് അവളുടെ ഫോൺ നമ്പർ ഓർമ്മയിട്ടേക്ക് താ. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം, ആ ആര്യയോട്. അത് മായ നമ്പർ താ. നയൻ 44 44 71 71 20 20 8 8 22. 22. ഫാൻസി നമ്പർ ആണല്ലോ. ഏതായാലും വന്ന സ്ഥിതിക്ക് ആരെയും ഒന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. പിണക്കം മാറ്റണമല്ലോ. അമ്മേ, ദേ അവിടെ വരുന്നുണ്ട്. ആഹാ, എത്തിയോ? എടി നിക്കടി അവിടെ. അകത്തേക്ക് കേറാൻ വരട്ടെ. എവിടെ പോയിട്ടുള്ള വരവാടി ഇത്? ആരോടും പറയാതെ എവിടെയാ പോയെന്ന്? അത് പീറ്ററേട്ടനെ കാണാൻ. ഓഹോ, എന്നിട്ട് പീറ്ററേട്ടനെ കണ്ടോ? എടി, പീറ്ററിനെ കണ്ടോന്ന്? കണ്ടു. ഓ, അപ്പൊ പീറ്ററേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് പോയത്, അല്ലാതെ മറ്റാരെയും കാണാനല്ല. അമ്മ എന്താ ഇങ്ങനെ? എടി ലക്ഷ്മിയെ, അയ്യോ പാവം, ഇവക്കൊന്നും മനസ്സിലാവുന്നില്ലടി. മനസ്സിലാവത്തില്ലമ്മേ. സ്വയം മന്ദബുദ്ധിയായി നടിക്കുന്നവരിങ്ങനെയാ. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണെന്നും പറഞ്ഞങ്ങ് നടക്കും. എത്ര കാലം എല്ലാരും ഇങ്ങനെ പൊട്ടം കളിപ്പിക്കാൻ പറ്റുമടി? തറവാട്ടിൽ നിന്ന് തന്നിഷ്ടത്തിന് ഇറങ്ങി പോകുമ്പോ നിന്നോട് ഞാൻ ചോദിച്ചതല്ലേടി എവിടെ പോവാന്ന്. എന്നിട്ട് നീ അതിന് മറുപടി പറഞ്ഞോ? പറയിക്കാം, ഇവളെ കൊണ്ട് ഞാൻ പറയിക്കാം. പറയടി, ആരടുത്തേക്കാ നീ പോയെന്ന്? ഒക്കെ ഞാൻ അറിഞ്ഞിട്ടാ ചോദിക്കുന്നേ. ദേ, വെറുതെ ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കണ്ട. വേണ്ട വേണ്ട, കണ്ണീര് കൊണ്ട് തുലാഭാരം നടത്താനൊന്നും നോക്കണ്ട. നിന്റെ കള്ളക്കണ്ണീര് കണ്ടാലേ ഇനി ഇവിടെ ആരുടെ മനസ്സലിയാനും പോകുന്നില്ല. മറ്റുള്ളവരുടെ കണ്ണിക്കുത്തി വേദനിപ്പിച്ചിട്ട്
അവള് കണ്ണീരൊഴുക്കുക. കാരണം പൊട്ടിച്ചൊന്ന് കൊടുക്കമ്മേ, എന്നിട്ട് ചോദ്യം ചെയ്താൽ മതി. എടി, ഇത്തവണ അയാൾ എന്താ ജപിച്ചു തന്നത്? ഭസ്മോ അതോ മറ്റെന്തെങ്കിലും കൂടോത്രോ? എടി, ചോദിച്ച കേട്ടില്ലേ? എന്താ നിന്റെ നാവിറങ്ങിപ്പോയോ? ആഹാ, ദേ വന്നല്ലോ മണവാളൻ. ദേ നിൽക്കുന്നു. വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് വന്നിരിക്കുക മരുമോള് കൊച്ച്. മടിയിലിരുത്തി താരാട്ട് പാടാൻ പാകത്തിന്റെ ഓരോരോ കർമ്മങ്ങള്. മായേ, എവിടായിരുന്നു ഇതുവരെ? ആര് ചോദിച്ചാലും ഇവള് മുഖം വീർപ്പിച്ചോണ്ട് ഇങ്ങനെ എന്നെ നിന്നോളും. എടി, നിന്റെ രക്ഷാധികാരിയാ ചോദിക്കുന്നേ, നീ ഇതുവരെ എവിടെ ആയിരുന്നെന്ന് പറയടി. അറിയാലോ, എല്ലാവർക്കും അറിയാലോ, പിന്നെ എന്തിനാ കൂടുതൽ ചോദിക്കുന്നേ? എടാ രാമകൃഷ്ണ, ലക്ഷ്മി, ഞാനൂല് വാലുപൊക്കി തുടങ്ങിയത് കണ്ടോ? ഗോവിന്ദ പണിക്കരുടെ അടുത്ത് പോയി വേണ്ടാത്ത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും അതിന്റെ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ നോക്കി ഇവക്ക്. ഞാൻ ആരുടെ നാശത്തിനായി ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. ഗോവിന്ദ പണിക്കരുടെ അടുക്കലേക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ആഹാ, അങ്ങനെ ദൈവം മാത്രം അറിഞ്ഞാ പോരല്ലോ, ഞങ്ങളും അറിയണ്ടേ? നടന്നൊക്കെ സവിസ്തരം പറയടി, പറഞ്ഞേ തീരൂ. സമയദോഷം ആയതുകൊണ്ട് അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോന്നറിയാനാ ജോത്സ്യരെ കാണാൻ പോയത്. അല്ലാതെ മറ്റു ദുരുദ്ദേശം ഒന്നും എനിക്കില്ല, സത്യമായിട്ടുമില്ല. എടി, പത്മം, തറവാട്ടുകാർക്ക് മുഴുവൻ ചിത കൂട്ടാനായി ഓരോരോ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ട് അവള് കള്ളസത്യം ഇടുന്നു. മതി, നീ അകത്തേക്ക് പോമായേ. അകത്തേക്ക് പോണോ പുറത്തേക്ക് പോണോന്ന് ഞാൻ തീരുമാനിക്കും, അല്ലാതെ നിങ്ങൾ ഓർഡർ ഇടണ്ട. എന്നാ അകത്തേക്ക് പോകണ്ട, ഇറങ്ങ. ഞാനും കൂടെ വരാം. ആശ്രയമറ്റവൾക്ക് ആൺതുണയില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. നന്നായി, ഈ ഞാൻ ബെച്ചിക്ക് മരപ്പട്ടി കൂട്ട്. നിങ്ങളെ ആൺവർഗത്തിന് തന്നെ അപമാനോ മനുഷ്യ. എനിക്കൊന്നും കേൾക്കണ്ട. നീ മായയെ അകത്തേക്ക് കയറ്റി വിടുന്നു അതോ? കേറി പൊടി. മുൻവാതിലൂടെ അല്ല, പിന്നാമ്പുറത്തൂടെ. ദേ പോന്നേക്കെ കൊള്ളാം. കുളിമുറി പോയി കുളിച്ച് ദേഹശുദ്ധി വരുത്തിയിട്ട് അകത്തോട്ട് കയറിയാ മതി. പോടി.